എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസ് പരീക്ഷയുടെ സ്റ്റേജ് 3ക്ക് മുന്നോടിയായിട്ട് നമ്മളങ്ങനെ ഒരു സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 10th പ്രിലിംസിൻ്റെ ചോദ്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ആദ്യ ചോദ്യം, 45 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ലോഹത്തകിടിൽ നിന്നും 9 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ നിർമ്മിക്കാം? 9 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര സമചതുര തകിടുകൾ നിർമ്മിക്കാം? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, സമചതുരമാണ്. അപ്പോൾ എന്ത് കാണണം? ഏരിയ കാണണം. അതായത് വലിയ സമചതുരത്തിൻ്റെ ഏരിയ കണ്ടതിന് ശേഷം, ഇതിൻ്റെ ഏരിയ കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം? വലിയ സമചതുരത്തിൻ്റെ ഏരിയ കണ്ടതിന് ശേഷം അതിലൊരു കുഞ്ഞി ഭാഗം ഉണ്ടായിരിക്കും, ഇതിൻ്റെ ഏരിയയും കൂടിയും കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? വലുതിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ഈ കുഞ്ഞ് ഏരിയ, ഇതെത്ര? 9 ആയിരിക്കും ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അത് ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടും. ഇനി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വലിയ സമചതുരത്തിൻ്റെ ഏരിയ എത്രയാണ്? സമചതുരത്തിൻ്റെ ഏരിയ എത്രയാണ്? സമചതുരത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, വിസ്തീർണം എന്ന് പറഞ്ഞാൽ A² ആണ്, വശം സ്ക്വയറാണ്. എങ്കിൽ നോക്ക്, നമുക്ക് എത്ര എണ്ണം അല്ലേ കാണേണ്ടത്? എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? വലിയ ഏരിയ എത്രയാ? A² ഇടുമ്പോൾ വലുതിൻ്റെ 45 അല്ലേ? അപ്പോൾ 45 സ്ക്വയർ. 45 സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം? 45 × 45 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ വലിയ ലോഹത്തകിടിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ചെറിയ ലോഹത്തകിടിൻ്റെ ഏരിയ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എണ്ണം കിട്ടും. അപ്പോൾ നോക്ക്, 45 × 45 എന്താണ്? വലിയ ലോഹത്തകിടിൻ്റെ ഏരിയ. അപ്പോൾ ഇനി ചെറിയ ലോഹത്തകിടിൻ്റെ ഏരിയ എത്രയാ? 9. അപ്പോൾ 9 × 9. ഞാനിത് ഗുണിച്ചെഴുതാത്തത് എന്താ വിചാരിച്ചാൽ, ഇത് വെട്ടി ചെറുതാക്കുന്നതാണ് സിമ്പിൾ. അല്ലെങ്കിൽ 45ൻ്റെ സ്ക്വയർ കണ്ടിട്ട് പിന്നെ 9ൻ്റെ സ്ക്വയർ കണ്ടിട്ട് ഹരിക്കേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നോക്ക്, 45നെയും 9നെയും വെട്ടാലോ? അറിയാം എത്രയാ? 9 × 5 45. ഇവിടെയും. അപ്പോൾ ഉത്തരം എത്രയാ? 5 × 5 25 എന്ന് ഉത്തരമായിട്ട് ലഭിക്കും. നമ്മുടെ എണ്ണം എത്രയാണ്? 25. സിമ്പിൾ ചോദ്യമല്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 45ൻ്റെ സ്ക്വയർ കാണാനുള്ള ഈസി ആയിട്ടുള്ള ട്രിക്ക് എന്താണ്? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഓർമ്മയിലില്ലാത്ത, പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും, ഇതെല്ലാവരും പറയുന്ന ട്രിക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഓർമ്മയിലില്ലെങ്കിൽ ഒന്ന് നോക്കുക. നമുക്ക് 45 സ്ക്വയറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 45 സ്ക്വയറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 5 മറക്കുക. ഇനി എന്താ? 4 അല്ലേ? ഈ 4ൻ്റെ തൊട്ടടുത്ത സംഖ്യ 5. അപ്പോൾ 4 × 5 ചെയ്യുക. എന്നിട്ട് 4ൻ്റെ തൊട്ടടുത്ത സംഖ്യ 5, അതുമായിട്ട് ഗുണിക്കുക. അപ്പോൾ എത്ര? 4 × 5 20. എന്നിട്ട് എന്ത് ചെയ്യുക? 25 അതേപോലെ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇത് എത്ര കിട്ടി? 2025. ഇനിയിപ്പോൾ 35ൻ്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നോക്ക്, 35ൽ ഈ 5 നമ്മൾ എന്ത് ചെയ്യുക? മറക്കുക. അപ്പോൾ 3 അല്ലേ? 3ൻ്റെ അടുത്ത സംഖ്യ 3 × 4 എത്ര കിട്ടുക? 12. ഇനി എന്ത് ചെയ്യുക? 25 എഴുതാം. ഇനിയിപ്പോൾ 25ൻ്റെ സ്ക്വയർ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സാധാ 25 ഉണ്ടല്ലോ, 25ൻ്റെ സ്ക്വയർ ഈ 5 മറന്നു. അപ്പോൾ 2ൻ്റെ തൊട്ടടുത്ത സംഖ്യ 3. 2 × 3 എത്രയാ? 6. ബാക്കി എന്ത് എഴുതുക? 25. ഇതാണ് നമുക്ക് 5 ലാസ്റ്റ് വരുന്ന സംഖ്യകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഗുണിക്കുന്ന ട്രിക്ക് കേട്ടോ. അതിൻ്റെ സ്ക്വയർ കാണുന്ന ട്രിക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? എണ്ണം കാണാൻ പറഞ്ഞാൽ ഒരു സമചതുരത്തിൻ്റെ ഉള്ളിൽ വേറൊരു സമചതുരം, അത് കുഞ്ഞേതാണ്. അപ്പോൾ അത് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? വലിയ സമചതുരത്തിൻ്റെ ഏരിയ ഹരിക്കണം ചെറിയ സമചതുരത്തിൻ്റെ ഏരിയ. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടും. ഇവിടുത്തെ ഉത്തരം 25. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ശരാശരി എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 5 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് സാംസൺ നേടിയ റൺസുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 98, 105, 22, 65, 75. സാംസണിൻ്റെ ശരാശരി റൺസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 2 രീതിയിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സാധാരണ അറിയുന്ന കാര്യമുണ്ട്, എന്ത്? ശരാശരി എന്ന് പറയുന്നത് എന്താണ്? ശരാശരി സമം തുക ബൈ എണ്ണമാണ്. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം, തുക കാണണം. എന്ത് ചെയ്യും? ഞാൻ സാധാരണ രീതിയിൽ പറയാം. തുക കാണുക എന്ന് പറഞ്ഞാൽ 98 കൂട്ടണം 105 കൂട്ടണം 22 കൂട്ടണം 65 കൂട്ടണം 75 ഡിവൈഡഡ് ബൈ എണ്ണം എത്രയാ? 5 മാച്ചുകളിൽ കളിച്ചല്ലേ? 5. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാൽ എത്ര കിട്ടുക? 98, 105, 22, 65, 75. ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും?
365 ഡിവൈഡഡ് ബൈ 5. ഇത് ചെയ്താൽ നമുക്കൊന്നുകിൽ എന്ത് ചെയ്യാം, നേരിട്ട് ഹരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 365 ഹരിക്കണം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 5 35 ശിഷ്ടം 15. അപ്പോൾ എത്രയാ? 3 5 15 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 73 എന്ന് കിട്ടി. നമ്മുടെ ശരാശരി എത്രയാണ്? 73 എന്ന് കിട്ടി. ഇതാണ് ശരിക്കുള്ള രീതി, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സമയമുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി ഞാനൊരു വേറൊരു രീതി ഞാൻ പറയാം, ആവശ്യമുള്ളവർക്ക് അതെടുത്ത് പരിശീലിച്ച് റെഡിയാക്കാം. അപ്പോൾ ഈ രീതി ചെയ്യണം എന്നുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് എന്തറിയണം? നല്ല പോലെ കൂട്ടാനും കുറയ്ക്കാനും വേഗത്തിൽ ചെയ്യാൻ കഴിയണം. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഞാൻ എന്താ പറഞ്ഞത്? കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയണം. അപ്പോൾ നോക്ക്, ഇതിലുള്ള സംഖ്യകൾ 98 105 22 65 75 നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ആയിട്ടൊരു സംഖ്യ എടുക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്താൽ മതി. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് 70 എന്ന് പറയുന്ന സംഖ്യയാണ്. ഞാൻ ബേസായിട്ട് എടുക്കാൻ പോകുന്ന സംഖ്യ എന്താണ്? ബേസായിട്ട് എടുക്കാൻ പോകുന്ന സംഖ്യയാണ് 70. ഇത് കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി, സ്കിപ്പ് ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിതിന് ആദ്യം എന്ത് ചെയ്യുന്നു? ബേസായിട്ടൊരു സംഖ്യ എടുത്തു. അപ്പോൾ ഈ സംഖ്യകളൊക്കെ കണ്ടിട്ട് ബേസായിട്ട് 70 എന്ന് പറഞ്ഞൊരു സംഖ്യ എടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 80 എന്ന് എടുക്കാം, കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ബേസായിട്ട് 70 എടുത്തു. എനിക്ക് ഏകദേശം 70 ആയിരിക്കും ഇതിൻ്റെ ആവറേജ് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാൻ 70 എടുത്തത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ സംഖ്യകളിൽ നിന്നും 70 കുറയ്ക്കാൻ പോവാം. 98 നിന്ന് 70 കുറച്ചു. എത്ര എനിക്ക് കിട്ടി? 28. 105 നിന്ന് 70 കുറച്ചു. എത്ര കിട്ടി എനിക്ക്? 35. ഇത് പ്ലസ് ആണ്, അത് മറക്കരുത്. അതുപോലെ 22 നിന്ന് 70 കുറച്ചു. അപ്പോൾ എനിക്ക് -48 എന്ന് കിട്ടി. അതേപോലെ 65 നിന്ന് 70 കുറച്ചു, -5 എന്ന് കിട്ടി. 75 നിന്ന് 70 കുറച്ചു. എത്ര കിട്ടി? +5 എന്ന് എനിക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ കിട്ടിയേക്കുന്ന സാധനങ്ങൾ മൊത്തത്തിൽ ഒന്നങ്ങോട്ട് കൂട്ടുക. അതായത് +28 +35 -48 -5 +5 ഇതെല്ലാം കൂടി കൂട്ടുക. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ ഇത് രണ്ടും -5 +5 അതവിടെ പോയി. ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? +28 +35 ചെയ്യുക, അതിന് -48 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ 15 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? 15 എന്ന് കിട്ടും. നമുക്കിവിടെ എത്ര കളി കളിച്ചു? 5 കളി കളിച്ചില്ലേ? ഈ 15നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 3. നമ്മുടെ ബേസ് എത്രയാണ്? 70. ഈ 70നോട് എന്ത് ചെയ്യുക? ഇവിടെ +3 ആണ്, അതുകൊണ്ട് +3 ചെയ്യുക. 73. ഉത്തരം ഇങ്ങനെ കിട്ടും. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? കുറേ ബുദ്ധിമുട്ടാണ്, ഞാൻ ബുദ്ധിമുട്ടുള്ളതാണല്ലോ പറഞ്ഞതെന്ന് തോന്നി അല്ലേ? നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് ശീലമാകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, കുറേ പ്രാക്ടീസ് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് ഇതെല്ലാം കൂട്ടി ചെയ്യുന്ന സമയത്തിനെക്കാട്ടിലും മുന്നേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ ബേസ് തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ മോഡൽ ഈ മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് കുറേ വേറെ ടൈപ്പ് പ്രോബ്ലങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ കുറേ ഒക്കെ വെച്ചിട്ട് തരുന്ന പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നല്ലൊരു മെത്തേഡാണ് ഇത്, ആവറേജ് കണ്ടുപിടിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ മെത്തേഡ് പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഈ മെത്തേഡ് കുറച്ചുകൂടി സ്പീഡാക്കി തരും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടാകും? സിമ്പിൾ ചോദ്യമാണ് അല്ലേ? ഇത് ചോദിച്ചതാണ് 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ എങ്കിൽ 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളെല്ലാവർക്കും അറിയുണ്ടാവും. നമ്മൾ ഒരു ക്ലാസ്സെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി എന്താ ചെയ്യേണ്ടതെന്ന് അറിയും. എന്താ ചെയ്യുക? ക്രോസ് ഗുണിക്കുന്നു. 3 ഗുണിക്കണം 24 ഡിവൈഡഡ് ബൈ 6. 6 ആരേലും ഉണ്ടോ? ഇല്ല, ഇയാളെയാണ് കാണേണ്ടത്. ഡിവൈഡഡ് ബൈ 6 ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. 6ഉം 24ഉം വെട്ടി 6 4 24. ഉത്തരം എത്രയാ? 12. ഉത്തരം 12 കമ്പ്യൂട്ടർ. ഇനി അല്ലെങ്കിൽ നോക്ക്, 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ, അതായത് 6 ആൾക്ക് 3 എണ്ണം, പകുതി. അപ്പോൾ 24 ആൾക്കാർക്ക് എത്ര ഉണ്ടാവും? 24 പകുതി 12. സിമ്പിൾ ചോദ്യമല്ലേ?
സിമ്പിൾ ചോദ്യമല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ ചോദ്യം തന്നെയാണ്, ഈ മോഡൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേ? ദേ ഈ സംഖ്യകളെ ഭിന്നസംഖ്യകളെ എല്ലാം ഒന്നെങ്കിൽ നമ്മൾ ഒരു രീതിയുണ്ട്, എന്ത് ഇത് നോക്കുന്നത് അല്ലേ, 3/10 ആണോ നോക്കുന്ന ആ ഒരു രീതിയുണ്ട്, എന്ത് ക്രോസ് ഗുണിച്ചിട്ടുള്ള രീതിയുണ്ട്. ആ രീതി ഇവിടെ എടുക്കണ്ട. അതിനെക്കാട്ടിലും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഉത്തരം കണ്ടുപിടിക്കാം. നോക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭിന്നസംഖ്യകളെ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, വലുതായിട്ടാ ചെറുതായിട്ടാ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, അതിനെ 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ ഗുണിച്ചാൽ മതി അല്ലേ. 10 കൊണ്ടോ 100 കൊണ്ടോ 1000 കൊണ്ടോ ഞാൻ എത്ര കൊണ്ടാണ് ഗുണിക്കാറ്, 10 കൊണ്ടാണ് ഗുണിക്കാറ്. ഇതേ ഗുണിക്കാൻ പോവുക, 10 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ഞാൻ ഓരോ 0 അങ്ങ് ഇട്ട് കൊടുക്കും. കറക്റ്റാണല്ലോ. ഇനി നോക്ക്, 10/5 2, 30/10 3, 40/10 എത്രയാ 4, 40/5 എത്രയാ 5 40 8. എന്താ ചോദ്യം? ഏറ്റവും വലിയ സംഖ്യ ഏതാന്നാ? വലിയ സംഖ്യ ഏതാ കൂട്ടത്തിൽ? 8. ഇതാ 4/5 ആണ് ഉത്തരം. ചെറിയ സംഖ്യ ഏതാ ചോദിച്ചാൽ അതാ 2. അപ്പോൾ ഉത്തരം 1/5 ആണ്. സിമ്പിൾ ചോദ്യമല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും എന്നാണ് ചോദ്യം. 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മുക്കാൽ മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? എന്താ ചെയ്യണ്ടേ? സാധാരണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ വേറൊരു ചോദ്യം നോക്ക്. 10 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഈ 10നെ 2 കൊണ്ട് ഹരിക്കല്ലേ ചെയ്യുക. 10നെ എന്ത് ചെയ്യും? നമ്മൾ 2 കൊണ്ട് ഹരിക്കും. അതേ സാധനം തന്നെ ഇവിടെ ചെയ്താലും പോരെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 15നെ നമ്മൾ എന്ത് ചെയ്യും? 3/4 കൊണ്ട് ഹരിക്കും. 15നെ 3/4 കൊണ്ട് ഹരിക്കും. 15നെ 3/4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 15 ഗുണിക്കണം 4/3 അല്ലേ? കാരണം ഏതെങ്കിലും ഒരു സംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചിട്ട് ഗുണിക്കും. അതിനെ തിരിച്ചിട്ട് ഗുണിക്കും. അതല്ലേ ഇവിടെ ചെയ്തത്? അതേ 15 ഈ ഹരിക്കണം 3/4 എന്ത് ചെയ്യും? തിരിച്ചിട്ട് ഗുണിക്കും. അപ്പോൾ 4/3. നോക്ക്, 15നെ 3 കൊണ്ട് ഹരിക്കാലോ. എത്രയാ? 5. I 3 15. ഉത്തരം 5 × 4 20 കഷണങ്ങൾ നമുക്ക് ലഭിക്കും. 15 മീറ്ററിനെ മുക്കാൽ മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ ലഭിക്കും? 20 കഷ്ണങ്ങൾ നമുക്ക് ലഭിക്കും. സിമ്പിൾ അല്ലേ? കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. സിമ്പിൾ ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു ഘടികാരം നിശ്ചലമായാൽ ദിവസം എത്ര പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും? പ്രീവിയസ് ആണ്. ഞാൻ ഇന്ന് ചോദിച്ച എല്ലാ ചോദ്യവും പ്രീവിയസ് തന്നെയാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഇടാറുള്ളൂ അല്ലേ. ഒരു ഘടികാരം നിശ്ചലമായാൽ ദിവസം എത്ര പ്രാവശ്യം അത് കൃത്യസമയം കാണിക്കും? എത്ര പ്രാവശ്യം കാണിക്കും? കാണാതെ പഠിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എത്ര പ്രാവശ്യം കാണിക്കും? 2 തവണ കാണിക്കും. കാരണം എന്താ? ഓരോ 12 മണിക്കൂർ കൂടുമ്പോഴും എന്ത് ചെയ്യും? അത് കടന്നു പോകില്ലേ. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ 1 മണിക്കാണ് നിങ്ങളുടെ ക്ലോക്ക് നിന്നതെന്ന് വിചാരിക്കുക. 1 മണിക്കാണ് അത് നിന്നതെന്ന് വിചാരിക്കുക. നോക്ക്, ഈ 1 മണിയിൽ ഒരു തവണ വരും, പിന്നെ എന്താണ് ഉച്ചയ്ക്ക് 1 മണി, രാവിലെ 1 മണിക്കും വരും, പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കും. ഇതൊരു കറക്റ്റ് സമയം കാണിക്കും ഇല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ എത്ര തവണ കാണിക്കും? 2 തവണ. ഒരു കേടായ ഘടികാരം എന്ത് ചെയ്യും? കൃത്യസമയം 2 തവണ ഒരു ദിവസത്തിൽ കാണിക്കും. സിമ്പിൾ ചോദ്യമല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ടൈപ്പ് ചോദ്യം. 35, 28, x 42, 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിൻ്റെ വില എത്ര? ഇങ്ങനത്തെ ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിതൊന്ന് എടുത്തെഴുതാം. 35, 28, x 42, 32 ഇതിൻ്റെ ആവറേജ് എത്രയാണ് പറയണേ? 36. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് കറക്റ്റ് പ്രൊസീജിയർ അല്ല പറയുന്നത്, പക്ഷേ ഈ മെത്തേഡാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്ന സാധനം അതേമാതിരി ചെയ്താൽ സിമ്പിളായിട്ട് കിട്ടും. അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓക്കെ, കോൺസെപ്റ്റ് പറഞ്ഞു തരാം. നോക്ക്, ഈ 35 നമ്മൾ നേരത്തെ ചെയ്തു. എന്ത്? ബേസ് എടുത്തിട്ട് ചെയ്തില്ലേ? ആ ബേസ് എടുക്കുന്നതിന് പകരം ആ ബേസ് ഇവിടെ 36 ഉണ്ടല്ലോ, അതാണ് ബേസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ബേസ് എടുത്തത് അസ്യൂം ചെയ്തതാണ്, പക്ഷെ നമുക്ക് ഇവിടെ 36 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഓരോന്ന് കമ്പയർ ചെയ്യാം. 35 36 പോയാൽ എത്രയാണ്? -1 അല്ലേ?
28 36 പോയാൽ എത്രയാ? മൈനസ് എത്രയാ? 28 36 പോയാൽ -8. എക്സ് 36 പോയാൽ എന്ത് ചെയ്യണം? എക്സ് -36 എത്രയാണെന്ന് അറിയില്ല. അതുപോലെ 42 36 പോയാൽ +6 ഈ 32 36 പോയാൽ -4. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അപ്പോൾ എത്ര കിട്ടണം? 0 ആണ് കിട്ടേണ്ടത്. 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ അതിൻ്റെ ഉത്തരം കിട്ടും. അതായത് -1 -8 + x -36 +6 -4 = 0. സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? ഇതിൻ്റെ ഉത്തരം കിട്ടും. അതിന് നിങ്ങൾ നിൽക്കണ്ട. ഓക്കെ, അതിന് നിങ്ങൾ നിൽക്കണ്ട. അതാണ് ശരിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ശരിക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ അതിനല്ല നിൽക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോണ നോക്കിക്കോ, ഈ സെയിം സാധനം തന്നെ ചെയ്യുന്നത്. 35 36 പോയാൽ എത്രയാ? -1. 28 36 പോയാൽ -8. എക്സ് 36 പോയാൽ എന്ന് പറഞ്ഞ് എഴുതണില്ല. നമ്മളിവിടെ എന്ത് എഴുതുന്നു? എക്സ് തന്നെ എഴുതുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? എക്സ് 36 പോയിന്ന് എത്രയാണെന്ന് എഴുതണില്ല, എക്സ് തന്നെ എഴുതുകയാണ്. 42 36 പോലെ എത്രയാ? +6. 32 36 പോലെ എത്രയാ? -4. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 36. അങ്ങനെ എടുത്തോ. ഇനി നോക്ക്, -1 -8 +x +6 -4 ഇതെല്ലാം കൂടിയും കൂട്ടി എത്ര കിട്ടുക? -1 -8 കൂട്ടിയാൽ -9. -9 -4 കൂട്ടിയാൽ -13. -13 കിട്ടി. -13 6 കൂട്ടിയാൽ എത്രയാ? -13 6 കൂട്ടിയാൽ -7. അപ്പം എന്താണ്? എക്സ് -7 എന്ന് പറയുന്നത് എന്താണ്? 36. അപ്പം എക്സ് എത്രയായിരിക്കും? 36 + 7 43 ആയിരിക്കും നമ്മുടെ ഉത്തരം. പറഞ്ഞ ഞാൻ ഒരു തവണ കൂടി പറയാം കേട്ടോ, ഒരു തവണ കൂടി ഞാൻ പറയാം. ചോദ്യം ശ്രദ്ധിക്കാം. ഇത് 35 28 എക്സ് 42 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതി. എന്നിട്ട് 35 36 കുറച്ചു -1, 28 36 കുറച്ചു -8. എക്സ് 36 കുറച്ച് എഴുതണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് മാത്രം എഴുതുന്നു. അതൊരു +x ആയിട്ട് എഴുതി. ഇനി നോക്ക്, 42 36 കുറച്ചു +6, 32 36 കുറച്ചു -4. ഇത് ചെയ്യാണ്. -1 -8 -9 -9 4 -13. അതിൽ നിന്ന് 6 +6 -13 +6 ചെയ്താൽ എത്ര കിട്ടുക? -7. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായി? എക്സ് -7. അതെത്രയാണ്? 36. അപ്പോൾ നമുക്ക് എക്സ് എത്രയാണെന്ന് കിട്ടി? എത്രയാ? 36 + 7 43 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഇത് സാധാരണ കണക്കിൽ എങ്ങനെ ചെയ്യാം നോക്കി നോക്കാലോ. സാധാരണ പോലെ എങ്ങനെ ചെയ്യാത്? സാധാരണ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തുക ആണ് അല്ലേ? തുകയാണ് ശരാശരി ഗുണിക്കണം എണ്ണം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണല്ലോ. അപ്പോൾ തുക എന്ന് പറയുന്നത് ശരാശരി ഗുണിക്കണം എണ്ണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? തുക കാണുന്നു. 36 ഗുണിക്കണം 1 2 3 4 5 5 അല്ലേ? 5 എത്രയാണ് കിട്ടുന്നത്? 36 ഗുണിക്കണം 5 180. എങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത്? 36നെ 5 കൊണ്ട് ഗുണിക്കാൻ, ഏതൊരു സംഖ്യയും 5 കൊണ്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തായി? ഇതിൻ്റെ നേരെ പകുതി എടുക്കുക. 36ന് നേരെ പകുതി 18. ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. 180 തുക എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം ഈ 35 28 42 32 കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ എക്സും കൂടിയും കൂട്ടുന്നതാണ് 180. അതായത് 35 കൂട്ടണം 28 കൂട്ടണം എക്സ് കൂട്ടണം 42 കൂട്ടണം 32 സമം 180. അതല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ബാക്കിയുള്ളതെല്ലാം കൂട്ടുക. ബാക്കിയുള്ളതെല്ലാം കൂട്ടിയാൽ എത്ര കിട്ടുക? ബാക്കിയുള്ള സംഖ്യകളെല്ലാം കൂട്ടിയാൽ 137 എന്ന് കിട്ടും. അപ്പോൾ എക്സ് + 137 സമം 180. അപ്പോൾ എക്സിൻ്റെ വില എത്രയായിരിക്കും? 180 കുറയ്ക്കണം 137. എത്രയാണത്? 43.
ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെയും നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്ക്. എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ഏത്? കണ്ടാൽ ബുദ്ധിമുട്ടാണ് അല്ലേ? കണ്ടാൽ ഈ ചോദ്യം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ബുദ്ധിമുട്ടാണോ? ഒറ്റ എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയായി. എ 1 ആയിട്ടും ബി 3 ആയിട്ടും എടുത്തു നോക്ക്. എ 1 ആയിട്ടും ബി 3 ആയിട്ടും എടുത്തു നോക്ക്. എന്നിട്ട് ചെയ്ത് നോക്ക്. എ ഇൻറ്റു ബി 1 ഇൻറ്റു 3 എത്രയാ? 3. അതൊറ്റ സംഖ്യയല്ലേ? പറ്റില്ല. അപ്പം ഇത് പറ്റൂല. അടുത്തത് എ ഇൻറ്റു ബി 1 ഇൻറ്റു 3 പ്ലസ് 2 3 പ്ലസ് 2 5. ഇത് ഒറ്റ സംഖ്യയല്ലേ? അപ്പം അതും പറ്റൂല. ഇതാ എ പ്ലസ് ബി പ്ലസ് 1 നോക്ക്. എ പ്ലസ് ബി എത്രയാ? 1 പ്ലസ് 3 4 പ്ലസ് 1 5. അപ്പോൾ അത് പറ്റുമോ? ഇല്ല. ഇനി ഇവിടെ നോക്ക്. 1 പ്ലസ് 3 എ പ്ലസ് ബി പറഞ്ഞാൽ 1 പ്ലസ് 3 എത്രയാ? 4. അത് പറ്റും. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി. അല്ലെങ്കിലും നമുക്കറിയാം എന്ത്? 2 ഒറ്റ സംഖ്യകളുടെ തുക എല്ലായ്പ്പോഴും എന്താണ്? ഇരട്ട സംഖ്യയായിരിക്കും അല്ലേ? 2 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ്? ഇരട്ട സംഖ്യ ആയിരിക്കും. ഇനി ഇതറിയില്ല എങ്കിലും ഇതേമാതിരി ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ചോദ്യം നോക്കൂ. 3 പവർ എക്സ് എന്ന് പറഞ്ഞാൽ 729. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 പവർ എക്സ് മൈനസ് 1 ആണ്. 3 പവർ എക്സ് മൈനസ് 1 ആണ്. സിമ്പിൾ കാര്യമാണ്. ഇതിൽ അറിയേണ്ട ഒരു സാധനം ഞാൻ പറഞ്ഞേക്കാം. എക്സ് പവർ എ മൈനസ് ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓക്കെ എ പവർ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പവർ എക്സ് ഡിവൈഡഡ് ബൈ എ പവർ വൈ ആയിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എ പവർ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പവർ എക്സ് ഡിവൈഡഡ് ബൈ എ പവർ വൈ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 പവർ എക്സ് മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? 3 പവർ എക്സ് മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? 3 പവർ എക്സ് ഡിവൈഡഡ് ബൈ 3 പവർ 1 ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പം 3 പവർ എക്സ് ഡിവൈഡഡ് ബൈ 3 പവർ 1 എത്രയാ? 3. അപ്പം നമ്മുടെ ഉത്തരം 729 ഹരിക്കണം 3. എത്ര ഉത്തരം? 243. ഉത്തരം 243 ആണ്. ഇനി നോക്ക്. 3 പവർ എക്സ് ഈക്വൽ ടു 729 തന്നു. 3 പവർ എക്സ് മൈനസ് 2 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 3 പവർ എക്സ് ഡിവൈഡഡ് ബൈ 3 പവർ 2 അല്ലേ? അപ്പോൾ എത്ര വരും? 729 ഹരിക്കണം എത്ര? 3 സ്ക്വയർ പറഞ്ഞാൽ 9. എത്ര വരിക? എത്ര ഉത്തരം വരിക? 81 അല്ലേ? 81 അല്ലേ വരിക? 81 വരിക. മനസ്സിലായോ? ചെയ്യുന്ന മനസ്സിലായോ? എന്ത് ചെയ്താൽ മതി? ഈ ഒരു സാധനം ഓർത്തിരുന്നാൽ മതി. അപ്പം 3 പവർ എക്സ് മൈനസ് 3 ആണെങ്കിൽ അപ്പം എന്താവും? ഇത് 3 പവർ എക്സ് ഡിവൈഡഡ് ബൈ 3 പവർ 3 ആകും. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. സീത 60 km/മണിക്കൂർ വേഗതയിൽ 1.5 മണിക്കൂർ സഞ്ചരിക്കുന്നു എങ്കിൽ സീത സഞ്ചരിച്ച ആകെ ദൂരം എത്ര? ദൂരം കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞേ. ദൂരം കാണാനുള്ള ഇക്വേഷൻ. ഇനി ഞാൻ ഈ ട്രയാങ്കിളും ഈ DST ഒന്നും പറയുന്നില്ല, മടുത്തു. ഇനി നിങ്ങൾ പറ, ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് അല്ലെങ്കിൽ വേഗത ഗുണിക്കണം സമയമല്ലേ? ദൂരം എന്ന് പറയുന്നത് വേഗത ഗുണിക്കണം സമയമാണ്. വേഗത തന്നിട്ടുണ്ട് 60, സമയം തന്നിട്ടുണ്ട് 1.5. എന്ത് ചെയ്താൽ മതി? 60നെ 1.5 കൊണ്ട് ഗുണിച്ചാൽ മതി. 60നെ 1.5 കൊണ്ട് ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 60നെ 15 കൊണ്ടെങ്കിലും ഗുണിക്കും. 60നെ 15 കൊണ്ട് ഗുണിക്കുക. 60നെ 15 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്തായാലും 0 അല്ലേ വരിക? ഇനി എന്താണ്? 6 5 30. ഇവിടെ 0 വന്നു, 6 6. നമുക്ക് എത്ര കിട്ടി? 0 0 9.
900 എന്ന് കിട്ടി. 60നെ 1.5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തത്, ഒരു സ്ഥാനം മാറ്റിയിട്ടുള്ളതാണ് എഴുതി ഗുണിച്ചത് അല്ലേ. ആ 15ൻ്റെ പോയിന്റ് ഒഴിവാക്കിയിട്ടാണ് ഗുണിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരികയാണെങ്കിൽ ഇവിടെ ഉത്തരത്തിൽ എന്ത് വരും, ഒരൊറ്റ സ്ഥാനം മാറി പോയിന്റ് വരും. ഇവിടെ ഒരു സ്ഥാനം മാറിയിട്ടല്ലേ പോയിന്റ് ഉള്ളത്, അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം മാറിയിട്ട്. അപ്പോൾ എത്ര ഉത്തരം, 90 കിലോമീറ്റർ. 90 കിലോമീറ്റർ. സിമ്പിൾ ചോദ്യം അല്ലേ. 1 സെക്കൻഡിൽ ഉത്തരം എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം 60 × 15, 6 × 15 എത്രയാ, 90 ആണ്. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം ഇതൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.